ഹലോ, വെൽക്കം ടു CC Plus. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടമാണ്. അപ്പൊ എല്ലാവരും ക്ലാസ് ഒന്ന് കണ്ടേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ വരികയാണ്, എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്. പക്ഷെ ഓണപരീക്ഷയും കൂടെ എഴുതി നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രമാണ് എന്ത് ആ ഒരു സന്തോഷം കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നോക്കിക്കേ, why doesn't the level of oxygen in the atmosphere is decrease? Why doesn't the level of carbon dioxide in the level atmosphere is increase? Which process of plants regulate the level of oxygen and carbon dioxide in the atmosphere? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഒരു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ബാലൻസ് ചെയ്യുന്നതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഫിഗർ നോക്കിക്കേ, അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാകുന്നു? അതായത് റെസ്പിറേഷൻ അല്ലെ. റെസ്പിറേഷൻ അതായത് അനിമൽസിന്റെ റെസ്പിറേഷൻ വഴിയാണ് എന്തുണ്ടാകുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. റെസ്പിറേഷൻ വഴി മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ വെഹിക്കിൾസ് അല്ലെ, അതേപോലെ നമ്മൾ കത്തിക്കുമ്പോൾ, സാധനങ്ങൾ കത്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പുക എന്ന് പറയുന്നതിനകത്ത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു കാരണമാണ്. ഇവിടെ നമ്മൾ ബ്രീത്തിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ റെസ്പിറേഷൻ വഴി അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. അതെന്ത് ചെയ്യാണ്, പ്ലാന്റ്സ് എടുക്കുകയാണ് അല്ലെ. പ്ലാന്റ്സും റെസ്പയർ ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ് പുറത്തു വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുശേഷം പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്, അവര് ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അതേപോലെ പ്ലാന്റ്സ് എന്താണ് സിന്തസൈസ് ചെയ്യുന്ന ഫുഡ് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസിനെ ആനിമൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യാണ്, റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നു. എന്താണ്, ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു, അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു, പ്ലാന്റ്സ് അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഒരു സൈക്കിള് പോലെ കാണിച്ചിരിക്കുകയാണ് അല്ലെ. ഇനി ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ പറയുമ്പോഴാണ് എന്താ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. Why doesn't the level of oxygen in the atmosphere is decrease? എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ഡിക്രീസ് ആവുന്നത്? എന്തുകൊണ്ടാണ്? ബ്രീത്ത് ചെയ്യുന്നു അല്ലെ. കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാണ്, ഓക്സിജനെ ബ്രീത്തിങ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും, ഓക്സിജൻ ലെവല് ഡിക്രീസ് ആവും. Why doesn't the level of carbon dioxide in the atmosphere is increase? ഇതിന്റെ ആൻസർ എന്താണ്, ബ്രീത്ത് ചെയ്യപ്പെടുകയാണ് അല്ലെ. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞതുപോലെ ബോഡിയിൽ മെറ്റബോളിസം നടക്കുന്നു. ആ മെറ്റബോളിസം നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്, അതാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അതേപോലെ വെഹിക്കിൾസിൽ നിന്ന് അല്ലെ, വെഹിക്കിൾസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ കമ്പസ്റ്റൻ സാധനങ്ങൾ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. ഇനി ഇതിനെയെല്ലാം അല്ലെ, അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് വേണം, ആളുകൾക്ക് ശ്വസിക്കാനുള്ള ആവശ്യത്തിന് ഓക്സിജൻ വേണം. ആ ഓക്സിജനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്, പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പോ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഓക്സിജന്റെ ഡെഫിഷ്യൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. Which process the plants regulate the level of oxygen and carbon dioxide in the atmosphere? The answer is very simple. ഏതാണ് ആ പ്രോസസ്സ്? എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇപ്പൊ പറഞ്ഞു കാണും. ആ പ്രോസസ്സിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അല്ലെ. Have you understood how plants control global warming? എങ്ങനെയാണ് പ്ലാന്റ്സ് ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്? അതൊക്കെ നമുക്ക് വഴിയെ വരുന്നുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് അതർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് റിക്വയർ ഫോർ ഫോട്ടോസിന്തസിസ്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാതെ ഫോട്ടോസിന്തസിസിന് വേണ്ടി വരുന്ന മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണ്? സൺലൈറ്റ് വേണം അല്ലെ, മിനറൽസ് വേണം, ക്ലോറോഫില്ല് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ്, വാട്ടർ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് നടക്കുകയുള്ളൂ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പൊ ഈ ഫിഗർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ്, ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ പ്ലാന്റ്സിന് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ കളർ അല്ലെ. ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്താണ്, ക്ലോറോഫില്ലാണ്. അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ക്ലോറോഫില്ലാണ് ഗ്രീൻ കളർ കൊടുക്കുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസിൽ ക്ലോറോഫില്ല് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്.
ഇനി നോക്കിക്കേ, ഇത് ലീഫാണ്. ലീഫിനകത്ത് കാണപ്പെടുന്ന സ്റ്റൊമാറ്റാസിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റൊമാറ്റാസ് എന്തിനു വേണ്ടിയിട്ടാണ്? എയറിന്റെ ട്രാൻസ്മിഷൻ അല്ലേ, അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണോ അതിന്റെ എക്സ്ചേഞ്ചുമായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന ആളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതേപോലെ നോക്കിക്കേ, വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൈലവും ഫ്ലോയവുമാണ് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. സൈലം ആൻഡ് ഫ്ലോയമാണ് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ഒരു പ്ലാന്റ് സെല്ലിന്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ പ്ലാന്റ് സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. കണ്ടോ? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് കാണപ്പെടുന്നത്? അതിനകത്ത് ഈ പറഞ്ഞതുപോലെ സ്ട്രോമ, ഗ്രാന, അതേപോലെ ഒരു ഡബിൾ മെംബ്രൈൻ. അതായത് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു ഡബിൾ മെംബ്രൈൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കണ്ടോ? ഡബിൾ മെംബ്രൈൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഗ്രാന. ഗ്രാന എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കണ്ടോ. ഇതാണ് എന്താ ഈ പറയുന്ന ഗ്രാന എന്ന് പറയുന്നത്. കണ്ടോ? ഗ്രാന. ഇനി കണ്ടോ, ഇതിനകത്ത് ഈ കാണപ്പെടുന്ന ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇവിടെ യെല്ലോ കളറിൽ വരയ്ക്കുന്നത്, അതായത് ഈ പറയുന്ന ഗ്രാനാസ് എന്താണ്? ഈ ഗ്രാനാസ് എല്ലാം എംബഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രോമ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതേപോലെ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പല ഗ്രാനാസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ ഇങ്ങനെ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ആ മെമ്പറൈനെയാണ് എന്ത് പറയുന്നത്? തൈലക്കോയിഡ് മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഫാണ്. ആ ലീഫ് എടുത്തു. ആ ലീഫിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു? അതിനകത്ത് സ്റ്റൊമാറ്റാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സ്റ്റൊമാറ്റാസ് ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ ഇറ്റ്സ് ഓൾസോ കണ്ടെയ്ൻ എന്താണ്? വെസ്കുലാർ ടിഷ്യൂസ് അല്ലെ, സൈലം, ഫ്ലോയം പോലെയുള്ള വെസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. അതേപോലെ ഒരു പ്ലാന്റ് സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് കാണാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റിനകത്താണ് എന്തുള്ളത്? ഗ്രാനയും സ്ട്രോമയും ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഒക്വർ നോട്ട് ഓൺലി ഇൻ ലീവ്സ് അല്ലെ, ലീവ്സിൽ മാത്രമല്ല, പിന്നെ എവിടെയാണ്? ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും എന്ത് നടക്കുന്നുണ്ട്? ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി പിഗ്മെന്റ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദി ഗ്രാന ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ എന്താണ്? പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ് അല്ലെ. അതായത് സൺലൈറ്റിനകത്തുള്ള പിഗ്മെന്റ്സ് ആണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ഇനി ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെറോട്ടിൻ, സാന്തോഫിൽ ആർ ദി പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ഗ്രാന. ഗ്രാനയിൽ പ്രസന്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, അതേപോലെ കെറോട്ടിൻ, സാന്തോഫിൽ ഒക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓൾ ദീസ് പിഗ്മെന്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. എന്താണ്? ഈ പിഗ്മെന്റ്സിനെല്ലാം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറോഫിൽ എ ആണ്. ബാക്കി വരുന്ന ആക്സസറി പിഗ്മെന്റ്സ് എല്ലാം എന്താണ് ചെയ്യുന്നത്? അവര് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാണ്. ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ക്യാരി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഓണപരീക്ഷയൊക്കെ വരെയാണ്. അപ്പം നമ്മളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിക്കാൻ ഭയങ്കര പ്രയാസമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? മാത്സും ഹിന്ദിയൊക്കെ മിക്കവാറും ടഫായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഒരു സബ്ജക്റ്റിന്റെ മാത്രം കിട്ടും. അതേപോലെ എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും എടുക്കാവുന്നതാണ്. ക്ലാസ്സിൽ വിന്നറായിട്ട് എല്ലാവരെയും ഞെട്ടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാൻ വിഷമമാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അപ്പൊ CC+ന്റെ ചാനലിൽ വരുന്ന ന്യൂസും ക്ലാസ്സസും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കാണാം. താങ്ക്